മലയാളീസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഥ, ഥേ, തീന്റെ യൂസേജസ് ആണ്. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തായിരിക്കും? ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവൻ വന്നിരുന്നു, അവൾ വന്നിരുന്നു, പോയിരുന്നു എന്നൊക്കെ പറയാനാണ് നമ്മൾ ഈ ഥ, ഥേ, തീ യൂസ് ചെയ്യുന്നത്. ഥ എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഒരു ആൺകുട്ടി പറയുന്നതാണ് ഥ. ഒരു പെൺകുട്ടി പറയുന്നതാണ് ഥീ. ഓക്കെ, പെൺകുട്ടി പറയുന്നത് ഥീയും ഥ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയാണ്. ഥേ എന്ന് പറയുന്നത് നമ്മൾ റെസ്പെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഥേ എന്ന് പറയുന്നത് നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഥ എന്നത് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഒരു ആൺകുട്ടിക്ക് അല്ലേ? അപ്പം അവൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു, അങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അവൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. വോ കൽ യഹാ ആയാ ഥ. വോ കൽ യഹാ ആയാ ഥ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഥ യൂസ് ചെയ്തില്ലേ? ഇനി ഥീ ആണ്. അവൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. അവൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. വോ കൽ യഹാ ആയി ഥി. വോ കൽ യഹാ ആയി ഥി എന്നാണ് നമ്മൾ യൂസ് ചെയ്യാം. ഇനി റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ പറയണമെങ്കിലോ, അവർ ഇന്നലെ ഇവിടെ വന്നിരുന്നു. അവർ ഇന്നലെ ഇവിടെ വന്നിരുന്നു. വോ കൽ യഹാ ആയി ഥി. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം.